ഹായ്, ഗോഡ് ബ്ലസ് യു ഓൾ ഓഫ് യു. ഹൗ ആർ യു ഓൾ? ഇറ്റ്സ് മീ ഷിനു ഷെഖബുൽക്കത്. ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് നമുക്കൊരു ഹെൽത്ത് ടിപ്സ് ചെയ്യണം എന്ന് തോന്നി. കുറേ നാളായി നമ്മളൊരു ഹെൽത്ത് ടിപ്സ് ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് അത് ചെയ്യാമെന്ന് തോന്നി. മറ്റൊന്നുമല്ല, ഓണം ആയാലും അല്ലെങ്കിലും ഏത് ടൈമിലായാലും ഭർത്താക്കന്മാർ പല കാറ്റഗറിയിൽ പല ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ബിസിനസ്സുകാരുണ്ടാവും, അല്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരെല്ലാവരും തന്നെ കുറച്ച് ഒരു റിലാക്സ് കിട്ടാൻ വേണ്ടി ചെറിയൊരു കാര്യം, ഒരു ഹാബിറ്റ് ഉണ്ടാവും. കുറച്ചൊന്ന് കഴിക്കും. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റ്. ആ ഹാബിറ്റിൽ കഴിഞ്ഞാൽ അവർ ഹാപ്പിയായി. ഒരു കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഫാമിലിയിലോട്ട് വൈഫായിട്ട് മിങ്കിൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ, വീട്ടിലോട്ട് ചെല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ, സ്വാഭാവികമായിട്ടും ചില ഭാര്യമാർ അവിടെ കുഴപ്പമുണ്ടാക്കാറുണ്ട്, ചിലർ കുഴപ്പമൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഈ കുഴപ്പമുണ്ടാക്കുന്ന ഭാര്യമാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നൊരു ഹെൽത്ത് ടിപ്സ് ചെയ്യാൻ ആഗ്രഹിച്ചത്. മറ്റൊന്നുമല്ല, ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൊതുവെ സൈലൻ്റ് ആയിരിക്കും. ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലാതിരിക്കുക. അവരൊക്കെ അതിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് സംസാരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ്സ് ആരെങ്കിലും ഷെയർ ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്നതായിരിക്കും. പൊതുവെ ആണുങ്ങൾ സംസാരിക്കാത്ത, ആരോടും ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു മനസ്സിന് ഉടമകളാണ് ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ. സ്ത്രീകൾ അങ്ങനെയല്ല, പൊതുവെ സംസാരങ്ങൾ കൂടുതലുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ ഒരു അറ്റ് എ ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അത് അവരൊരു ബൈ ബർത്ത് അവർക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. ഒരു ടൈമിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആണുങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രമേ ഫോക്കസ് ചെയ്യാം, ഒരു ടൈമിൽ ഒരു കാര്യം മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ടോപ്പിക് വേറൊന്നുമല്ല. ചില ആളുകൾ കഴിക്കും, ചില ആളുകൾ കഴിക്കില്ല. പക്ഷെ ചില ആളുകൾ കഴിച്ചാൽ തന്നെ ഓവർ ആയിരിക്കും, ചില ആൾക്കാർ കഴിച്ചാൽ ഓവർ ആയിരിക്കില്ല, വളരെ സൈലൻ്റ് ആയിരിക്കും. പൊതുവെ ഇതിന് കുഴപ്പമുണ്ടാക്കുന്ന ഭാര്യമാർക്ക് വേണ്ടി പറയുന്നതാണ്. ഭാര്യമാർ പറയുന്നത് 100% ശരിയാണ്. ഇത് തെറ്റാണ്. ഇത് തെറ്റാണെന്നുള്ള ഒരു ആദ്യം തന്നെ പറയാം. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. തെറ്റാണ്. അത് ആദ്യം തന്നെ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പിന്നെ ഭാര്യമാരുടെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ചേട്ടനാണ് എൻ്റെ ലോകം, എൻ്റെ ചേട്ടൻ. അത് എല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെയാണ്. എൻ്റെ ചേട്ടൻ ഇത് കഴിച്ചാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് വേറെ ആരും ഉണ്ടാവില്ല. ഫാമിലിയിലെ സേഫ്റ്റി സെക്യൂർ നോക്കിയിട്ടാണ് സ്ത്രീകൾ 99% അതിനെ എതിർക്കുന്നത്. അത് വളരെ വലിയൊരു പോയിൻ്റാണ്, വലിയൊരു കാര്യമാണ് അത് ചെയ്യുന്നത്. പക്ഷേ അതിനെ എതിർക്കണം, തീർച്ചയായിട്ടും ഇതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അത് ഏത് രീതിയിൽ എതിർക്കണം എന്നുള്ളതെന്ന് പറഞ്ഞുതരാം. സ്വാഭാവികമായിട്ടും ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ആ ബിസിനസ്സിലുണ്ടാവുന്ന സ്ട്രെസ്സുകൾ, ബിസിനസ്സിലുണ്ടാവുന്ന കാര്യങ്ങൾ, ഇതൊന്നും പൊതുവെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കില്ല. അപ്പോൾ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും, ഫിനാൻഷ്യലായിട്ടുണ്ടാവും, വർക്ക് ലോഡ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ മെൻ്റലി ഒരു ഇത് വരുമ്പോൾ അതിൽ നിന്നൊരു റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സംതൃപ്തരായിരിക്കും. അതിലത് അവർ ഓക്കെ ആയിരിക്കും. അതൊരു കംഫർട്ട് സോണിലേക്ക് അവർ കയറും, അവരത് ഹാപ്പി ആയിരിക്കും. അപ്പോൾ ആരോട് ഷെയർ ചെയ്യാനോ ഈ വക പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഷെയർ ചെയ്യാത്തത്. അപ്പോൾ ആ സംഭവങ്ങളായിരുന്നു ഷെയർ ചെയ്യാനോ സംഭവങ്ങളോ ഒന്നും നിൽക്കാതെ അവരിൽ തന്നെ ഒതുങ്ങിക്കൂടി ഈ പ്രശ്നത്തെ ഓവർകം ചെയ്യാനുള്ള ഒരു ഒരു മെത്തേഡായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് അത് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഭാര്യമാർക്ക് ആവശ്യം ഇത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ലഹരിയാണ്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ മനസമാധാനം കിട്ടുന്ന ഒരു പ്രവൃത്തി എന്താണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അതായത് സ്വാഭാവികമായിട്ട് ദേഷ്യപ്പെടാതെ വളരെ സ്നേഹത്തോടു കൂടി, വളരെ കാം ആൻഡ് കൂളായിട്ട് പറഞ്ഞ് സ്നേഹത്തോടു കൂടി. ഈ വീഡിയോയുടെ ലെങ്ത് ഞാൻ ഇപ്പോൾ കൂട്ടുന്നില്ല. ഇതിനേക്കാൾ കൂടുതൽ ഇതൊരു ലഹരിയാണ്, ഇതൊരു സമാധാനം കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സമാധാനം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാൽ യു വിൽ വിൻ. നിങ്ങളുടെ ഫാമിലി സേഫായി. ഒരിക്കലും ദേഷ്യപ്പെടാതെ കാമൻ കൂളായിട്ട്, ദേഷ്യം വരും പക്ഷെ കൺട്രോൾ ചെയ്യുക, എന്നിട്ട് ഇതിനെ സ്റ്റോപ്പ് ചെയ്യുക. എങ്ങനെ? ഇതിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമാധാനം
ഓരോ ഭാര്യമാർക്കും അവരവരുടെ ഭർത്താക്കന്മാർക്ക് കൊടുക്കാൻ പറ്റിയാൽ ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും അത്. അവരായിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് ഷെയർ ചെയ്ത് നിങ്ങൾ ഒരിക്കലും ചൂടാവാതെ, അങ്ങനെ റയറുള്ള ഭാര്യമാർക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റൂല. എങ്കിൽ കൂടിയും ആ റയറുള്ള ഭാര്യമാർ ഒന്ന് ചൂടാവാതെ, നിങ്ങൾ ഇത്രയും നാൾ ചൂടായിട്ട് ഇതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒന്ന് കളം ഒന്ന് മാറ്റി ചവിട്ടുക. എപ്പോഴും ഇത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള ഒരു ലെവലിൽ, അതാണല്ലോ ആവശ്യം. ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ വളരെ കാമൻ കൂളായിട്ട് വളരെ സ്നേഹത്തോടു കൂടി ഇതിനേക്കാൾ ലഹരി, ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ പോയിന്റ് പറയുന്നത്, ഇതിനേക്കാൾ ലഹരി നിങ്ങളാണ്. ഓരോ ഭർത്താവിനും അവരവരുടെ ഭാര്യയാണ് ലഹരി, അത് യാതൊരു സംശയവുമില്ല. പക്ഷേ ഭാര്യയടുത്ത് ഷെയർ ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വെച്ചിട്ടാണ് അവർ ആരും ഷെയർ ചെയ്യാത്തത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കി നിങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക് വളരെ മനസ്സമാധാനം കൊടുക്കാൻ പറ്റിയാൽ ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് 99% ഭർത്താക്കന്മാരെയും രക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഒരു അടിപൊളി ഹാപ്പി ഓണം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇറ്റ്സ് മീ ഷിനു ഷേഖ് അബ്ദുൽ ഖാദർ. ഓരോ ഫാമിലിയും ഭയങ്കര ഗംഭീര വിജയമായി മാറട്ടെ ഈ ഒരു ടിപ്സ് അപ്ലൈ ചെയ്തിട്ട്. താങ്ക് യു വെരി മച്ച്.